ഈ ഞാൻ മണ്ണിൻ്റെ ഒരു തട്ട് മാരിയിടലത്തിൻ്റെ മുകളിൽ ചെയ്തെടുത്ത ഒരു ചിത്രമാണത്. ഒരു രാജകുമാരീൻ്റെ മുഖം അസത്തിൻ്റെ സൈഡ് വ്യൂ ആണ്. ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തത്. ഈ പെയിൻറ്റ് ചെയ്ത് അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചുമരിൻ്റെ മുകളിലൊക്കെ അത് ഭിത്തിയിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി ഈ പെയിൻറ്റിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ എങ്ങനെ ചെയ്യുക എന്നുള്ള വിധം കാണിച്ചു തരും. ഞാൻ കുറേശ്ശെ പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് ഇതിനോട് സഹകരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇതെടുക്കാറുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്തെടുത്ത ഗണപതിൻ്റെ ഇതാണ് ചിത്രമാണ്. ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഗണപതിൻ്റെ ഒരു ഇതാണ് ചിത്രമാണത്. ഇത് ചുമരിൻ്റെ മുകളിൽ തൂക്കിയിട്ടതാണ്. ഞാൻ ചെയ്തെടുത്തിട്ടുള്ള പ്രിൻസിൻ്റെ ഒരു ചിത്രമാണിത്. ഈ പ്രിൻസിൻ്റെ ചിത്രമാണ് ഞാൻ ഇത് ചെയ്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ചിത്രം ഇത് ഞാനൊരു ചട്ടിയാണ്. ഇത് ഞാനൊരു ഉത്സവപ്പറമ്പിൽ വാങ്ങിയിട്ടുണ്ട്. മണ്ണിൻ്റെ ഒരു ഇതാണത്. അപ്പം അടപ്പ് മാതിരിയാണ്, പക്ഷെ എന്നാലും ഒരു ഈ പക്കത്തൊക്കെ ഇതേമാതിരിയൊക്കെ ഉള്ളൊരു പക്കുള്ളൊരു ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ച് ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ചുമരിൻ്റെ മുകളിൽ നമുക്ക് തൂക്കിയിടാം. അപ്പോൾ ഞാൻ ഈ ചെറിയ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് ഹോളിട്ടു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൂലിട്ട് കെട്ടിയിട്ട് നമുക്ക് ചുമരിൻ്റെ മുകളിൽ തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഈ വക്കത്ത് ഒരു ഡിസൈൻ കൊടുക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഓരോന്ന് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഫെവിക്രിലിൻ്റെ ഒരു ശില്പാകാരെന്ന് പറഞ്ഞ പല പേരും ഇതിന് പറയുന്നുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. മ്യൂറൽ ഡെക്കറേഷൻ ആർട്ട് എന്നൊക്കെ പറഞ്ഞു ഫെവിക്രിലിൻ്റെ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് രണ്ട് സാധനങ്ങളുണ്ട്. രണ്ടും കൂടെ നമ്മൾ മിക്സാക്കി എടുത്തിട്ട് ഒരു ഇതാക്കണം. അങ്ങനത്തെ ഒരു സാധനം ഇത് കുറച്ചെടുത്താൽ മതി. എന്താ കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു തരം സാധനം. അപ്പോൾ ആദ്യം ഒരു കാര്യം രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ടെണ്ണം കൂടെ കയ്യിലിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് രണ്ടെണ്ണം കുറേശ്ശെ എടുക്കാം. അപ്പോൾ അത് ഈ രണ്ട് സാധനങ്ങളാണ്, അങ്ങനത്തെ രണ്ട് പീസാണ് അതിലുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ഇതൊന്ന് കുറച്ചെടുക്കുക. ഇതൊന്നും കുറച്ചെടുക്കുക. രണ്ടെടുത്തിട്ട് ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സാക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ വെള്ളം കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുക. നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുക. അങ്ങനെ ഇതേമാതിരി നല്ലോണം അത് തമ്മിൽ കുഴച്ച് യോജിപ്പിക്കുക. അതേമാതിരി ഞാൻ രണ്ടും കൂടെ മിക്സാക്കിയെടുത്ത് നല്ലോണം കുഴച്ചിട്ട് ഇതാക്കിയെടുത്തു. ഇനി ഇതിലൊരു കാര്യം, വെള്ളം തൊട്ടിട്ട് ചെറിയൊരു പീസ് എടുക്കുക. കുറച്ചെടുത്തിട്ട് ഇതേമാതിരി ഒരു
ഷേപ്പ് വരുത്തി. ഏകദേശം പറ്റുള്ളൂ കേട്ടോ. എന്താ കാരണം വെച്ചാൽ ശരിക്കും നിൽക്കില്ല. നമ്മളിതാക്കുമ്പോഴേക്കത് ഇതായിപ്പോവും. അതിനെക്കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പാക്കുക. ഇതിൻ്റെ മുകളിൽ, ഈ ചട്ടീൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് പറ്റിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ആയിക്കോളും. ഇത് കണ്ടോ? അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഷേപ്പ് കൊടുക്കുക അതിന്. റൗണ്ടായിട്ട് ഇതേമാതിരി ഏതൊരു ഷേപ്പ് കൊടുക്കുക. അവിടെ അങ്ങനെ കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തത് ഇങ്ങനെ നിൽക്കത്തക്ക വിധത്തിൽ വേണം. അങ്ങനെ ഒരു പാമ്പിൻ്റെ പാമ്പല്ല, എന്നാലും അത് ഷേപ്പ് എന്ന് ഞാൻ പറഞ്ഞതേ ഇല്ല. അങ്ങനെ പുറത്തേക്ക് തള്ളി ഇതേമാതിരി തന്നെ ഇത് നേരത്തെ വേറെ എടുക്കുക. കുറച്ചെടുത്താൽ മതി. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതേമാതിരി വെള്ളം തൊട്ട് കൊടുക്കുക. ഇതിവിടെ ഉണങ്ങി കഴിയുമ്പോൾ ഇതിവിടെ ഫിക്സ് ആയിക്കോളും. ഇതേമാതിരി ഓരോന്നും ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത് ഒട്ടിച്ചെടുക്കുക. ഈ ഷേപ്പിൽ ഇതേമാതിരി ഇത് റൗണ്ട് ഫുള്ളായിട്ട് തൊട്ടിച്ചെടുക്കും. ഇതിൻ്റെ ചുറ്റും ഞാൻ ഇതേമാതിരി ഒട്ടിച്ചെടുത്ത് കണ്ടേ. ഇത് ഫുള്ളായിട്ട് ഇന്നൊന്നിങ്ങനെ മേലോട്ട് ഇതാക്കി നിൽക്കത്ത വിധത്തിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്ത് ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങാൻ വെച്ചിട്ട് വേണം. നല്ല ഉണങ്ങിയാൽ ഇത് നല്ല ഇതിൻ്റെ മുകളിൽ ഫിക്സ് ആവും. നല്ല ഉറച്ച് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നിർത്തിയിട്ട് ഫുള്ളായിട്ട് ഇതെടുത്തു. റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് വൈറ്റ് സിമെൻ്റാണ്. നമ്മൾ ചുമരിൻ്റെ മുകളിലൊക്കെ അടിക്കുന്ന ഇതടിക്കാറില്ല. ചുമരിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മഞ്ഞൊക്കെ അടിക്കുന്നത്. അതേമാതിരി വൈറ്റ് സിമെൻറ്റ് കുറച്ച് വെള്ളം കൂടി പൊടിയാണ് ഇതിൻ്റെ. അപ്പോൾ ഈ പൊടി എടുത്തിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, അതാ ഈ ചട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഉണങ്ങിയാൽ
ഒരു 2-3 കോട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ ഇത് ശരിയാവുള്ളൂ പെയിൻറ്റ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ച അതുണ്ട് അതിൻ്റെ മുകളിലൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ അടിച്ച് ഇങ്ങനെ ഫുള്ളാക്കി കൊടുക്കുക. അങ്ങനെ 3-4 കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങാൻ വയ്ക്കുക. ഒരു പ്രാവശ്യം അടിച്ച് ഉണങ്ങാൻ വെച്ച് പിന്നെ വീണ്ടും അടിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ളായിട്ട് 2-3 കോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ ആ പെയിൻറ്റ് ഒട്ടിപ്പിടിക്കുക. ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കുക, ഇതിൻ്റെ മുകളിലൊക്കെ അടിച്ചു കൊടുക്കുക. കുത്തി കുത്തി ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ചെയ്ത് കൊടുത്ത് 3 കോട്ടടിച്ച് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കാണിക്കുക. ഈ ഇതിൻ്റെ മുകളിൽ ഞാൻ അന്ന് കാണിച്ച ചട്ടീൻ്റെ മുകളിൽ ഇതേമാതിരി ഞാൻ വൈറ്റ് സിമെൻ്റ് അടിച്ചെടുത്തു ഫുള്ളായിട്ട് 3 കോട്ടടിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ഉണക്കിയെടുത്ത്. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, മഴയാണ്, പക്ഷെ എന്നാലും വെയിലുണ്ട്. പിന്നെ ഇതാ ഈ പച്ച കളറുള്ള പെയിൻറ്റ്, ഇതാ ഈ പെയിൻറ്റ്, പിന്നെ ഈ മഞ്ഞ പെയിൻറ്റ്, ഇതാണ് 2 എണ്ണമാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ. സാധാരണ ഫാബ്രിക് പെയിൻറ്റിൻ്റെ പെയിൻറ്റുകളാണ്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ പച്ച പെയിൻറ്റ് എടുക്കുക. ഈ പച്ച നിറമുള്ള പെയിൻറ്റ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് ആദ്യം ബോർഡർ ഡിസൈൻ കൊടുക്കുക. ബോർഡർ ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അത് കഴിഞ്ഞിട്ട് നടുക്കിലാണ് ഈ രാജകുമാരീൻ്റെ ചിത്രം, പ്രിൻസസിൻ്റെ ചിത്രം ചെയ്യും. അതേമാതിരി ഈ ബോർഡർ ഇട്ടിട്ടല്ല ഇവിടെ അങ്ങനെ കാണുന്ന അതിൻ്റെ മുകളിൽ പച്ച കളറിലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. നല്ല പെയിൻറ്റ് ചെയ്യണം, എന്നാലും ഇതിൻ്റെ മുകളിലത് ഫില്ലായിട്ട് കിട്ടുമല്ലോ. അതേമാതിരി ചെയ്ത് കൊടുക്കുക. ഇവിടെ മാത്രം ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ബോർഡറിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് കോട്ട അടിക്കേണ്ടി വരും, എന്നാലേ ഇത് ശരിക്കും കിട്ടില്ല. 2 ബോട്ടിൽ പെയിൻറ്റ് വേണ്ടി വരും. പൊടി അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ അതേമാതിരി ഫുള്ളായിട്ട് ഇതാ കണ്ടപ്പോൾ ഞാൻ പച്ചേനെ കൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. ഈ വക്കത്ത് ഇതിൻ്റെ മുകളിൽ ബോർഡറായിട്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇത് അടുത്ത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഫുള്ളായിട്ട് ഈ പച്ച ചെയ്യുക ആദ്യം, എന്നിട്ട് ചെയ്യും ബാക്കി ചെയ്യാം. ഇതേമാതിരി ഞാൻ പച്ച ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പെയിൻറ്റിൻ്റെ മുകളിൽ. വെള്ള നടുക്കിൽ കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെള്ള പെയിൻറ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ ഈ മഞ്ഞ പെയിൻറ്റ് എടുത്തിട്ട് മഞ്ഞ കളറുള്ള പെയിൻറ്റ്, മഞ്ഞ എന്ന് പറയാം ഒരു കളറില്ല, ഈ കളറ് പെയിൻറ്റാണ്. ഈ കളർ പെയിൻറ്റ് ഒരു ബോർഡർ മാതിരി ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് അവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ ഒരു ചെയ്തില്ലേ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബോർഡർ മാതിരി ചെയ്ത് അധികം വേണ്ട, കുറച്ചായിട്ട്. എല്ലാത്തിൻ്റെ മുകളിലും ചെയ്ത് കൊടുക്കും.
ഇതിപ്പോൾ പച്ച ഞാൻ 3 കോട്ട് അടിച്ചിട്ടുണ്ട്, 2 ബോട്ടിൽ പെയിൻ്റ് ആയിട്ടുണ്ട് അതിന്. എന്നാലേ ഇത് വരുള്ളൂ. നല്ല പെയിൻറ്റ് കുടിക്കുന്നുണ്ട്. അതേമാതിരി ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ മുകളിൽ അതേമാതിരി ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 2 കോട്ട അടിക്കേണ്ടി വരും, എന്നാലേ ഇത് ശരിയാവുള്ളൂ. ഇതിൻ്റെ മുകളിൽ കളറ് പിടിക്കുള്ളൂ. അതേമാതിരി എല്ലാത്തിൻ്റെ മുകളിലും ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഞാൻ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതുമാതിരി ബോർഡർ മാതിരി കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്തിരുന്നു. ഇനി ഇവിടെ അതിൻ്റെ മുകളിൽ ഞാൻ വെള്ള പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളേൻ്റെ മുകളിലാണ് ഡിസൈൻ കൊടുക്കുക. അപ്പോൾ വെള്ള പെയിൻറ്റ് നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഡിസൈനാണ് ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കുന്നത്. രാജ്ഞീൻ്റെ ഡിസൈൻ കണ്ടില്ലേ? രാജ്ഞീൻ്റെ ഡിസൈൻ ചെയ്ത് വരച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കാർബൺ വെച്ചിട്ട്, കറുപ്പ് കാർബൺ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വരച്ച് കൊടുക്കുക. അതേമാതിരി ഞാൻ ഈ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ അതേമാതിരി ചെയ്തെടുക്കുമല്ലോ. അതേമാതിരി ചെയ്തെടുത്തു. പിന്നെ അവിടെ മുടീൻ്റെ ഇവിടെയൊക്കെ കറുപ്പ് ചെയ്തെടുത്തു. മുഖതായി കളറ്, കണ്ണ് ഇതൊക്കെ ചെയ്തെടുത്തു. കണ്ടോ? ഇനി എന്താ ഇതെങ്ങനെ ഈ കളർ എങ്ങനെയാണ് വരുത്തിയത് വെച്ചാൽ, ഈ വെള്ള കളറിലെ പെയിൻ്റ് ഉണ്ടല്ലോ, ഈ വെള്ള കളറിലെ പെയിൻറ്റും ഈ കളർ പെയിൻറ്റും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. രണ്ടും കൂടെ കുറേശ്ശെ എടുത്തിട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് അതേമാതിരി മിക്സ് ചെയ്ത സമയത്താണ് ഈ കളറ് കിട്ടിയത്. ഈ കളർ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേമാതിരി കളർ വരും. പിന്നെ ചുവപ്പാണ് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നിടത്തൊക്കെ ചുവപ്പ് കളർ കൊടുത്തു. ഇനി ഇവിടെ മഞ്ഞ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാനത് അതേമാതിരി ചെയ്തെടുത്തു ഓരോ കളറുകളും. അല്ലേ അപ്പം കണ്ണിൻ്റെ അവിടെ മഞ്ഞ ചെയ്തെടുത്ത് ഓരോന്ന് ഇനി ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ഫിനിഷ് ചെയ്യണം, എന്നാൽ ഇതിൻ്റെ വർക്ക് വരും. അപ്പോൾ ഞാനിത് ഓരോന്ന് കാണിക്കാനേ കാണുന്നു. ഇപ്പോൾ ക്യാമറ ചെറുതായതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് കണ്ണിലേക്ക് നോക്കിയാൽ മതി. ഓരോ സ്ഥലത്ത് മഞ്ഞ അങ്ങനെയൊക്കെ ചെയ്തെടുത്ത ഈ വർക്കിൻ്റെ ഇതിവിടെ കഴിഞ്ഞു. ഇവിടെ അതേമാതിരി ഉണ്ടാകും കാണാനായിട്ട് ഈ ഫോട്ടോ. കണ്ടോ?